എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്കറിയാം, നമ്മളെ യേശു തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നവരാണ്. നമ്മളുടെ ഉടയവനാണ് യേശു ക്രിസ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പിതാവുണ്ട്, നമ്മൾക്കൊരു ഉടയവനുണ്ട്. നമ്മൾ എലോൺ അല്ല ഈ ലോകത്തിൽ. നമ്മളുടെ ഏതൊരു പ്രശ്നവും യേശു ക്രിസ്തുവിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെത്രമാത്രം പ്രായമുള്ളവരാണെന്ന് വിചാരിച്ചു. ടീനേജേഴ്സ് ആണെങ്കിലും എന്താ പറയുക, വിവാഹപ്രായമായവരാണെങ്കിൽ, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങളാണെങ്കിൽ, എങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ പ്രോബ്ലമാണ് എന്നാണല്ലോ മിക്കവാറും മാതാപിതാക്കൾ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരുന്ന വ്യക്തികളുടെ എന്ത് പ്രശ്നവും അത് അവൻ്റെയും കൂടെ പ്രശ്നമാണ്, അല്ലേ? അപ്പം അങ്ങനെയാകുമ്പം നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഈ ലോകത്തിൻ്റെ ഈ ജീവിതത്തിൽ, ഈ യാത്രയിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇസ്രായേൽ മക്കൾ എത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തെങ്കിൽ പോലും, ഈജിപ്തിൽ നിന്ന് അവർ കനാനിൽ കൊണ്ടുവരുന്നോളം സമയത്ത്, അല്ലെ, അത് കഴിഞ്ഞ് ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിൽഡർനെസ്സിൽ, ആ മരുഭൂമിയിൽ അവരുടെ ഒപ്പം എന്നും അല്ലെ, ധൂപസ്തംഭമായിട്ടും മേഘസ്തംഭമായിട്ടും, അല്ലെ, എല്ലാം ദൈവം എന്നും കൂടെ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ്. താൻ സ്നേഹിക്കുന്നവരുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത്, അല്ലെ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും ജീവിതത്തിൽ, അല്ലെ, പക്ഷേ അവനെന്നും നമ്മുടെ കൂടെ ഉണ്ട്. യേശു ക്രിസ്തു എന്നും നമ്മുടെ കൂടെ ഉണ്ട്. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ കംഫോർട്ടും, അല്ലെ. അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള, നമുക്കൊന്ന് മുമ്പോട്ട് കൊണ്ട് പ്രാർത്ഥിച്ചാൽ സംസാരിക്കുക. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട്, ഞങ്ങളെ നയിക്കുന്നതിനായിട്ട്, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ നിർത്തുന്നതിനായിട്ട് ഒക്കെ നന്ദി പറയുന്നു. കർത്താവ്, പിശാചിൻ്റെ ഒരു വർക്കും ഞങ്ങളുടെ അടുത്ത് വരുത്തില്ല. കാരണം അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഒരിക്കൽ പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പൊ നമുക്ക് ഇന്ന് സങ്കീർത്തനത്തിലേക്ക് 68-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 5 തൊട്ട് 10 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. 68-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന: ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കും പിതാവും വിധവന്മാർക്ക് ന്യായ പാലകനും ആകുന്നു. ദൈവം യേശു ക്രിസ്തു, അല്ലെ, പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്ന് തന്നെയാണ്. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവാകുന്നു, വിധവന്മാർക്ക് ന്യായപാലകനും ആകുന്നു. വിധവന്മാരെ പറ്റി നമുക്ക് കാര്യങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ. നമ്മുടെ കേരളത്തിലൊക്കെ എത്ര പ്രായം കുറഞ്ഞിട്ടുള്ള വിധവകളാണ് പിന്നെയുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, അല്ലെ. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെ പല ആൾക്കാരും കടന്നു പോയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പറയുക, യേശു ക്രിസ്തു അങ്ങനെയുള്ള ആൾക്കാരുടെ വോയിസ് ഇല്ലാത്ത ആൾക്കാരുടെയും കൂടെ വോയിസ് ആണ്, അല്ലെ. വോയിസ് ഇല്ലാത്തവരുടെ ആൾക്കാരുടെ വോയിസ് ആണ് ദൈവം. നമ്മൾ 84-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സ്പാരോ അല്ലെങ്കിൽ സ്വാളോ, അല്ലെ, കുരുങ്ങളും കുഞ്ഞുങ്ങൾക്കും പോലും ദൈവത്തിന്റെ ഓൾട്ടറിന്റെ അടുത്ത് അതുങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒട്ടും വാല്യൂ ഇല്ലാത്ത, അല്ലെ, മാത്യുവിനകത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 2 സ്പാരോയ്ക്ക് ഒരു പെന്നി കൊടുത്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വാല്യൂ കുറവാണ് അതുങ്ങൾക്ക്, അല്ലെ. ഇൻസിഗ്നിഫിക്കൻ്റാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്പാരോ എന്നൊക്കെ പറയുമ്പോൾ ഈ കുരുകളും കുഞ്ഞുങ്ങൾ, അല്ലെ. അതുങ്ങളെ കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം? അതുങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുമെന്നല്ലാതെ. പക്ഷെ അതുങ്ങളെ പോലും ദൈവത്തിന് വളരെ താല്പര്യമാണ്. അതുങ്ങളുടെ കാര്യം കൂടെ കൃത്യമായിട്ട് തന്നെ നോക്കുന്നു എങ്കിൽ അപ്പൊ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ, അല്ലെ. അപ്പോൾ 6-ാമത്തെ വാക്കോട്ട് പറയുക: ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ചു സൗഭാഗ്യത്തിലാക്കുന്നു, എന്നാൽ ബന്ധന്മാരെ വിടുവിച്ചു സൗഭാഗ്യത്തിലാക്കുന്നു, എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരികളുടെ ജീവിതം അവർ തന്നെ മെനഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലെ. അവർ വരണ്ട പ്രദേശത്ത് തന്നെ താമസിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നാശത്തിലേക്ക് അവർ പോകുന്നത്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏകാഗിയാണെങ്കിൽ അവനെ ഫാമിലിയിൽ ദൈവമാക്കി തീർക്കുന്നു. ബന്ധനാണെങ്കിൽ, അല്ലെ, എന്താ പറയാ, വിലങ്ങിലുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധനത്തിലുള്ളവനാണെങ്കിൽ അവനെ ബന്ധനത്തിൽ നിന്ന് പൊട്ടിച്ചിട്ട് ബന്ധനം പൊട്ടിച്ചുകൊണ്ട്, അല്ലെ. യേശുക്രിസ്തു ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്: സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ, ദൈവത്തിന്റെ ആത്മാവിന്റെ എന്റെ മുകളിലുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിനാ? കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടി, പാവപ്പെട്ടവരുടെ സുവിശേഷം, അല്ലെ, ഗുഡ് ന്യൂസ് പറയുന്നതിന് വേണ്ടി, ബന്ധനത്തിലായിരിക്കുന്നതിന് വിടുവിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലും വസിക്കുക. നമ്മൾ വഴിയും ദൈവം അത് ചെയ്യുന്നു. അപ്പൊ കാലാകാലങ്ങളായിട്ട് ബന്ധനത്തിൽ ആയിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കുന്ന ദൈവം, അല്ലെ. ആർക്കും ഇല്ലാത്തവർക്ക് തുണയായിരിക്കുന്നവൻ യേശു ക്രിസ്തു. ഒരിക്കലും എന്താ പറയാ, വാല്യൂ ഇല്ലാത്തവനെ ഈ സമൂഹം വാല്യൂ കൽപ്പിക്കുന്നില്ല. ഒരു വാല്യൂം ഇല്ലാത്തവർക്ക്, അല്ലെ, സമൂഹത്തിന്റെ കണ്ണിൽ വാല്യൂ ഇല്ലെങ്കിൽ അവര്
എന്താ പറയാ, ഉപേക്ഷിച്ച് കളയുന്നതന്നെ. ഒരു വിഡോ പറയുമ്പോ, ഓർഫൻ എന്ന് പറയുമ്പോ, അല്ലെ, ബന്ധനത്തിലായിരിക്കും പറയുമ്പോ, കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുന്നു പറയുമ്പോ, അതൊന്നും അവർക്കൊന്നും കയ്യിൽ കാശില്ലാത്തവരാണെങ്കിൽ ഒരു പാലും ഈ സമൂഹം കൊടുക്കാതിരിക്കുമ്പോ, പക്ഷെ ദൈവം യേശുക്രിസ്തു അങ്ങനെയല്ല പറഞ്ഞത്. അവരെല്ലാം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ സൃഷ്ടി എല്ലാം ഒരുപോലെയാണ്, അല്ലെ. സമൂഹം കൊടുക്കുന്ന വാല്യൂ അല്ല മനുഷ്യന്റെ വാല്യൂ. യേശുക്രിസ്തു എന്ത് കൊടുക്കുന്നു വാല്യൂ, അതാണ് വാല്യൂ, അല്ലെ. ഇനി 7ാമത്തെ വാക്ക് തൊട്ട് പറയുക, ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടെ നടന്നു പോയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സിനായി ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മുന്നിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഈജിപ്തിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കള്, അവര് എസെക്കിയേൽ പ്രവാചകന്റെ അകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈജിപ്തിൽ നിന്ന് വരുന്നതിന് മുമ്പേ തന്നെ ദൈവം പറഞ്ഞാണ് ഇവരുടെ കയ്യിലുള്ള വിഗ്രഹങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞു. പക്ഷെ ഇവരൊന്നും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടാതെ എന്താ പറയാ, മരുഭൂമിയിൽ വെച്ച് ദൈവമായിട്ട് വളരെയധികം കലഹിച്ചു. പക്ഷെ എന്നാലും ദൈവത്തിന്റെ കാരണം ഇവരെ തേടി ചെന്നതാണ്, അല്ലെ. ഒരിക്കൽ പോലും ഇവരെ ഉപേക്ഷിച്ച് കളയാതെ 40 വർഷത്തെ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും, അല്ലെ, അവരുടെ ചെരുപ്പൊന്നും തേഞ്ഞു പോവുകയോ അവർക്ക് ഭക്ഷണത്തിന് കുറവ് വരികയോ അവരുടെ വസ്ത്രം കീറിപ്പോന്നും ചെയ്യാതെ അവരെ തന്നെ തന്റെ കുഞ്ഞുങ്ങളെ പോലെ കരുതിയവരാണ് ദൈവം, അല്ലെ. പക്ഷെ അവരുടെ വൃത്തിയുടെ, അവരുടെ മോശപ്പെട്ട രീതി കൊണ്ടാണ് അവര് നശിച്ചു പോയത്. ഇവിടെ ഇങ്ങനെ പറയും, ദൈവം നീ നിന്റെ ജനത്തിന് മുമ്പേ പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടെ നടന്നുകൊണ്ടപ്പോൾ. അപ്പൊ ദൈവം നമ്മളുടെ കൂടെ നടക്കുന്നവനാണ് ഈ ലോകത്തിന്റെ ജീവിതത്തിൽ, അല്ലെ. നമ്മൾ വിളിച്ചിറക്കിയിരിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. പക്ഷെ അത് നമ്മൾ ഒറ്റയ്ക്കാക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെ. റെഡ് സീ എന്താ പറയാ, പകുത്ത് വന്ന ഇസ്രായേൽ മക്കളെ ഇനി ഞാനിപ്പോ എന്റെ പണി തീർന്നല്ലോ, ഇപ്പൊ ഞാൻ അവരെ ബോണ്ടേജിൽ നിന്ന് വിടുവിച്ചല്ലോ, റെഡ് സീ മുഖി ഫർവോനും ടീമിനെ കൊന്നല്ലോ, ഇനിയിപ്പോ അവര് അങ്ങ് ചെല്ലട്ടെ, കനാനും തേജാനോട് ഒരുക്കിയിട്ടുണ്ട്, അവിടെ ചെന്ന് അവര് അതിനെ പിടിച്ചടക്കിക്കൊണ്ട് അങ്ങോട്ട് ജീവിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ ഇരിക്കാൻ പോകുന്നും പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ദൈവമല്ല നമ്മുടെ ദൈവം, അല്ലെ. അവരുടെ ഒപ്പം ഓരോ ദിവസം ഓരോ നിമിഷം ഉണ്ടായിരുന്നു, അല്ലെ. അവരെ ഉപേക്ഷിച്ച് കോഴി തന്റെ ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ നിർത്തുന്നത് പോലെ നിർത്തിയും ദൈവം. അവർക്ക് എത്രമാത്രം പാപം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേൽ മക്കളെ ഉപേക്ഷിച്ച് കളയാൻ താല്പര്യപ്പെടാതിരുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവ, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അതേ ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് വിചാരിച്ചു. അവർക്ക് എത്രമാത്രം പാപം ഉണ്ടായാലും, പാപം ചെയ്യാനല്ലേ പറയുന്നത്, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം എടുത്തുകൊണ്ട്, അല്ലെ, റിപ്പന്റ് ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുവിന്റെ ഒപ്പം വരിക. ഇസ്രായേൽ മക്കൾ അത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നത് കൊണ്ടാണ് അവർ നശിച്ചു പോയത്, അല്ലെ. നമുക്കറിയാം, ദൈവത്തിൽ മാത്രമാണ് റെസ്റ്റുള്ള സമാധാനമുള്ളത്. ദൈവത്തിന്റെ സമാധാനത്തിൽ നമ്മൾ എൻട്രി ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ഇവിടെ പറഞ്ഞിരിക്കുക, ദൈവമേ, നീ ധാരാളം മഴ പെയ്ത് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്കറിയാം, പിന്നെ 10ാമത്തെ വാക്കോട് വായിക്കട്ടെ, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. അപ്പൊ മഴ പെയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റിയെ കാണിക്കുന്നത്. നമ്മള് 28ാമത്തെ ചാപ്റ്റർ, ഡ്യൂട്രോണമിന്റെ 28ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്കറിയാം, അവിടെ അനുഗ്രഹത്തെ പറ്റി ശാപത്തെ പറ്റി പറഞ്ഞിരിക്കുക. ആവർത്തന പുസ്തകത്തിന്റെ 28ാമത്തെ ചാപ്റ്ററിൽ അനുഗ്രഹത്തെപ്പറ്റിയും ശാപത്തെപ്പറ്റിയും പറഞ്ഞിരിക്കുക. അനുഗ്രഹം വരും നമ്മൾ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ. ശാപമായിരിക്കും, ഇസ്രായേൽ മക്കളോട് പറയാം, ശാപമായിരിക്കും അവര് ദൈവത്തെ എന്താ പറയാ ആശ്രയിച്ചുകൊണ്ട് എന്താ പറയാ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ശാപം ആയിട്ട് വരുന്നത് കൂട്ടത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി ഇരുമ്പ് പോലെ ആയിരിക്കും, വിളവൊന്നും കിട്ടത്തില്ലെന്ന് പറയാം. ആകാശം ബ്രോൺസ് പോലെ, ചെമ്പ് പോലെ ആയിരിക്കും എന്ന് പറയാം, മഴയൊന്നും ഉണ്ടാകത്തില്ല, ഡസ്റ്റ് മഴ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ മഴയെ കാണിക്കുന്നത് പ്രോസ്പെരിറ്റിയെ കാണിക്കുന്നത്, അല്ലെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിരിക്കും. നേരത്തെ നമുക്കറിയാം, ഇങ്ങനെയല്ല പറഞ്ഞു, ഏകാഗിയെ കുടുംബത്തിലാക്കുന്നു, ബന്ധത്തിലായിരുന്നവനെ എന്താ പറയുക സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ഇവിടെ പറയുക, തന്റെ ജനത്തിനെ മഴ പെയ്ച്ച് ക്ഷീണം അകറ്റും. അപ്പൊ ദൈവം കൂടെ ഉള്ളപ്പം ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്,
അല്ലെ? എന്നും നമ്മളുടെ കൂടെ ഉള്ളവനാണ്, അല്ലെ? എന്നും നമ്മളുടെ കൂടെ ഉള്ള ദൈവമാണ്. നമ്മളുടെ ഈ ജീവിതത്തിൽ, അല്ലെ, എത്രമാത്രം പോകേണ്ട സാഹചര്യം വന്നാലും യേശുവിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ, അല്ലെ, നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന് പറഞ്ഞവനാണ് അവൻ, അല്ലെ? നമുക്കറിയാം 84ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. 84ാമത്തെ സങ്കീർത്തനം അതിങ്ങനെ പറഞ്ഞിരിക്കുക, സങ്കടത്തിന്റെ താഴ്വരയിൽ കടന്നു പോവുകയാണെങ്കിൽ പോലും, അല്ലെ, അതിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? 6ാമത്തെ വാക്ക്, 84ാമത്തെ സംഘത്തെ 6ാമത്തെ വാക്ക്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായിരിക്കുന്നു. ദൈവം, അല്ലെ, നമ്മള് കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിനെ അതൊരു പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു ജീവിതമാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് 23ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മള് എന്താ പറയണ, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോലെ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ മരണത്തിന്റെ താഴ്വര എങ്ങനെയാ തീരും? സ്വർഗമായി തീരും. കാരണം യേശു ജീവിതമാണ്, യേശു പ്രകാശമാണ്, അല്ലെ? മരണത്തിന്റെ താഴ്വര എന്ന് പറയുമ്പോൾ ഇരുട്ടാണ്. അപ്പൊ യേശു ഉണ്ടപ്പോ ഇരുട്ട് നീങ്ങി പോവുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു. എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും, അല്ലെ, എത്ര വലിയ പാപം ചെയ്തെന്ന് പറഞ്ഞാലും, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പാപം ചെയ്തു പോയെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരും, മാപ്പപേക്ഷിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് വരും, അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിശാചും നമ്മുടെ മനസ്സിലിടുന്ന ഒരു കാര്യം, നീ പാപം ചെയ്തു പോയി, അല്ല, നീ പാപം ചെയ്തു പോയി, നിന്നെ ഇനി ദൈവം യേശുക്രിസ്തു ഉപേക്ഷിച്ചുകളെ നിന്നെ സ്വീകരിക്കത്തില്ല, അല്ലെ? ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ഗിൽറ്റ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുള്ളപ്പോ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ നമുക്ക് പറ്റാതെ വരും. നമ്മുടെ മാനസികമായിട്ട് നമുക്ക് പറ്റാതെ വരും. അത് ദൈവത്തിൽ നിന്ന് നമ്മളെ യേശുക്രിസ്തു നമ്മളെ അകറ്റിക്കൊണ്ട് പോകാനുള്ള കാരണമായി തീരും. അപ്പൊ പക്ഷേ അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാപികളായിരുന്നപ്പോ നമ്മളെ സ്നേഹിച്ചതാ, അല്ലെ? യോഹന്നാന്റെ 3:16 പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പാപികളായിരുന്നപ്പോ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞത്, ലോകത്തെ പരിശുദ്ധരല്ലല്ലോ ഉള്ളത്. ലോകത്തിൽ എന്താ റൈച്ചസ് ആയിട്ടുള്ള യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്ത വ്യക്തികളല്ലല്ലോ ഉള്ളത്, അല്ലെ? ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അത്ര ഡീപ്പാണ്. ഒരു പാപം ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റാൻ സാധിക്കില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്തിട്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടാതെ ആ പാപത്തിൽ തന്നെ ജീവിക്കാൻ, പാപത്തിന്റെ പ്ലഷറിൽ ജീവിക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ജീവിതമാണെങ്കിൽ പിന്നെ അതിനൊരു പരിഹാരമില്ല. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോൾ എന്താ പറയാ, 6ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ? ഒരിക്കലും എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരിക്കലും ദൈവത്തിന്റെ എന്താ പറയാ ഹെവൻലി ഗിഫ്റ്റുകളൊക്കെ ടേസ്റ്റ് ചെയ്ത ആൾക്കാർ, വരാളിരിക്കുന്ന പവറിനെയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ, ദൈവത്തിന്റെ വചനം നുഴഞ്ഞ വ്യക്തികൾ, പിന്നെ അവര് പാപത്തിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാല് പിന്നെ അവരെ പാപത്തിലായിരിക്കും ജീവിതം ജീവിക്കുന്നത്. പിന്നെ അവർക്ക് തിരിച്ച് വരവ് സാധ്യമല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മള് മനഃപൂർവ്വം, അല്ലെ, നമ്മള് പാവം ചെയ്തതാണെങ്കിൽ പോലും തിരിച്ച് ദൈവത്തിലേക്ക് വരുവാണെങ്കിൽ അതിനവിടെ ഒരു പരിഹാരമുണ്ട്, അല്ലെ? അപ്പൊ ദൈവം എന്നാ പറഞ്ഞു വെച്ചാൽ, ഒരിക്കൽ പോലും ഒരാളെ പോലും നശിപ്പിച്ച് കളയണമെന്നോ ആരുടെയും എന്താ പറയാ മരണത്തിന് താല്പര്യപ്പെടുന്ന ദൈവമില്ല. എസെക്കിയേൽ 18 പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരാളുടെ മരണത്തിൽ പോലും താല്പര്യമുള്ള വ്യക്തിയല്ല ദൈവം, അല്ലെ? പിന്നെ ഈ ആൾക്കാർക്ക് ഇങ്ങനെ മരിച്ചു കൂട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെ, നശിപ്പിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ മരണങ്ങള് നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം അമാലക്കയറ്റിന്റെ അവളുടെ കാര്യം കൊണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ, അല്ലെ, ഈ കനാലിലെ ആൾക്കാരുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവര് ബാലിനും മൊളേക്കിനും ഒക്കെ അവര് കുഞ്ഞുങ്ങളെ തന്നെ ബലി കൊടുത്തോണ്ടിരുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ വെച്ചുകൊണ്ട് നിന്നിട്ടൊരു കാര്യമില്ല. അവരുടെ പ്രവർത്തനം അതുകൊണ്ടാണ്. അപ്പൊ എനിക്കിന്ന് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ എന്നും നമ്മളുടെ കൂടെ ഉള്ളവനാണ് യേശുക്രിസ്തു. എന്നും നമ്മുടെ കൂടെ ഉള്ളവനാണ് യേശുക്രിസ്തു. ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന, ജീവിതത്തിന്റെ എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, ഒരു കാര്യം നമുക്ക് എന്നും ഉറപ്പാക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു ലോകത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ലോകത്തിലെ നമ്മുടെ യാത്രയിൽ യേശുക്രിസ്തു എന്നും ഉണ്ട്, അല്ലെ? ഇസ്രായേൽ മക്കൾ ആ 40 വർഷം അവരാ മരുഭൂമിയിൽ കൂടി നടന്നു വന്നപ്പോൾ അവർ അത്രമാത്രം ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവരുടെ കൂടെ നിന്ന ദൈവമാണ്, അല്ലെ? ദൈവത്തിന്റെ റൈച്ചസ്നസ്, ദൈവത്തിന്റെ നീതി ഉപേക്ഷിച്ചെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് നമ്മളെ എല്ലാവരും കടത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എബ്രായ ലേഖനത്തിൽ 3-4 അധ്യായം വായിച്ചു ഇപ്പൊ നമുക്കറിയാം,
ദൈവത്തിന്റെ റെസ്റ്റ്, ദൈവത്തിന് മാത്രം, ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് തരാൻ പറ്റുന്ന സമാധാനം, ആ ഒരു എന്താ പറയാ, ആ ഒരു സമാധാനം അല്ലെ, ആ ഒരു വിശ്രമം ആ ദൈവത്തിന് മാത്രം തരാൻ പറ്റും. ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ആ വിശ്രമത്തിലേക്ക്, ആ ഒരു റെസ്റ്റിലേക്ക് എല്ലാവരും എൻ്റർ ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് നമ്മളുടെ ഹൃദയം എന്താ പറയുക, ദൈവത്തിലായിരിക്കുന്ന ഹൃദയമായിരിക്കണം, നമ്മൾ അനുസരിക്കണം ഉള്ളവരായിരിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ എബ്രായന്റെ 3:12 ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല്, അന്ന് ഇവിടുന്ന് വിൽഡനസിൽ കൂടെ നടന്നു വന്ന് ഈജിപ്തിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഹൃദയം അല്ലെ, ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീവ് എന്ന് പറഞ്ഞിരിക്കുന്നു, വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയമുള്ളവരായിരുന്നു. പക്ഷെ അങ്ങനെ വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയമുള്ള വ്യക്തികളാകരുത് നമ്മൾ. വിശ്വാസമില്ലാഴികയാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയമായി പോകുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ആകരുത് നമ്മൾ അല്ലെ. യേശു എന്നും കൂടെയുണ്ട്. എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, യേശു എന്നും കൂടെയുണ്ട്. വിശ്വസിച്ചാൽ മാത്രം മതി അല്ലെ. ഉപേക്ഷിക്കാതിരുന്നാൽ മതി. നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല യേശു, പക്ഷെ നമ്മൾ ഉപേക്ഷിക്കാതിരുന്നാൽ മതി അല്ലെ. അതുമാത്രം മതി. എത്രമാത്രം സങ്കടത്തിനൊക്കെ താഴ്വരയോട് കൂടെ കടന്നു പോലും ബാക്കാവാലിയെ അല്ലെ, 84ാമത്തെ സങ്കടത്തിന്റെ താഴ്വര അല്ലെങ്കിൽ ബാക്കാവാലി എന്ന് ഇംഗ്ലീഷിൽ പറയും. ബാക്കാവാലി എന്ന് പറഞ്ഞാൽ വാലി ഓഫ് വീപ്പിംഗ്, സങ്കടത്തിന്റെ കരച്ചിലിന്റെ വാലി, അതിന്റെ താഴ്വര. അതിലിപ്പോ കരച്ചിലിന്റെ താഴ്വര കൂടെ കടന്നു പോവുകയാണെങ്കിലും ആ കരച്ചിലിന്റെ താഴ്വരയെ ബറാക്ക വാലിയാക്കി മാറ്റാൻ പറ്റും. ബറാക്ക വാലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രേസിന്റെ, വർഷിപ്പിന്റെ അല്ലെങ്കിൽ പ്രേസിന്റെ താഴ്വരയാക്കി മാറ്റാൻ കഴിവുള്ള യേശു ക്രിസ്തു. അപ്പൊ എനിക്കിതാണ് പറയാനുള്ളത്, കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ പ്രോസ്പെറസ് ആക്കി മാറ്റുക തന്നെ ചെയ്യും. ഇസ്രായേൽ മക്കളെ ഉപേക്ഷിച്ച കളയാത്ത അതേ ദൈവം തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എത്രമാത്രം മരുഭൂമിയുടെ അവസ്ഥ കൂടെ കടന്നു പോയാൽ, എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും, ഇന്നത്തെ കാലത്തൊക്കെ പലർക്കും പലതരത്തിലുള്ള പ്രശ്നം, ക്യാൻസറും ഡിവോഴ്സും അങ്ങനെ പല പ്രശ്നങ്ങളാണ്. യേശുക്രിസ്തു എന്നും കൂടെയുണ്ട്. വിളിച്ചാൽ കൂടെയുണ്ട് അല്ല. ദൈവം നമ്മുടെ ഒരു വിളിക്കായിട്ട് കാത്തു നിൽക്കും യേശുക്രിസ്തു. അത്രയും മാത്രം വിചാരിച്ചാൽ മതി. നമ്മളുടെ ഒരു വിളിക്കായിട്ട് കാത്തിരിക്കുക. നമ്മുടെ കൂടെ ആയിരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവനാണ് യേശുക്രിസ്തു. നമ്മളുടെ കൂടെ ആയിരിക്കണം, നമ്മളെ എന്നും തന്റെ ചങ്കോട് ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. അപ്പൊ എന്നും കൂടെയുണ്ട്, തളർന്നു പോകരുത്. അതാണ് എനിക്ക് പറയുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. എന്നും കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. ഞങ്ങളെ ഒരു പിതാവിനെ പോലെ കയ്യിൽ വഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്ഥാനം അങ്ങയുടെ ഹൃദയത്തിലായിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഒട്ട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്, അവര് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുള്ള കൃപ കൊടുക്കണം അപേക്ഷിക്കുക. എന്നും കൂടെ ഉള്ളവൻ അങ്ങ് കർത്താവ്, ഒരു പ്രശ്നത്തിലും കൂടെ ഉള്ളവൻ അങ്ങ് കർത്താവ് ലോർഡ് ഫാദർ. എത്രമാത്രം പാപം ചെയ്തെങ്കിലും തിരിച്ച് ശ്രമിച്ചു വെച്ചൊരു അങ്ങയുടെ അടുത്തേക്ക് ഒരാൾ കൃപ അവർക്ക് കൊടുക്കണം അപേക്ഷിക്കുന്ന യേശുനാമത്തിനാമേ. എന്നും കൂടെ നിൽക്കുന്ന നന്ദി. സകലവിധത്തിലുള്ള പ്രോസ്പെരിറ്റി ഞങ്ങൾക്ക് തരുമെന്നുള്ളതിന് നന്ദി. അങ്ങയുടെ പ്രസൻസ് തന്നെ ഏറ്റവും വലിയ പ്രോസ്പെരിറ്റി. യേശുവിൻ നാമത്തിനാമേ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മാത്രം ഉണ്ടായി.